പന്നയൻപാറയിൽ മദ്യലഹരിയിൽ മധ്യവയസ്കൻ റെയിൽവേ ട്രാക്കിൽ കടന്നു എന്ന കാഴ്ച അത് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു. ദൃശ്യങ്ങൾ കണ്ട ഈ പവിത്രനുണ്ടല്ലോ, നമ്മുടെ സാക്ഷാൽ അവിടെ കയറി കിടന്ന മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണുക. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനടിയിൽ റെയിൽ പാളത്തിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം. തലയൊന്ന് പൊങ്ങിയിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞെന്ന്. അപ്പോൾ അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. തലപൊക്കി ഒന്നും സംഭവിക്കാത്ത അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യം കൂടി പ്രേക്ഷകർ കണ്ടു കഴിയുമ്പോൾ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരും. പൂപ്പറമ്പേ, അദ്ദേഹത്തിന് എവിടെ നിന്ന് പിടികിട്ടി? SKN ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പവിത്രൻ പറയുന്ന ചേട്ടൻ്റെ വീട്. ഇപ്പോൾ പവിത്രൻ ആ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ ഉണ്ട് ചേട്ടൻ. ചേട്ടൻ ശരിക്കും ഇന്നലെ വൈകിട്ട് എന്താ സംഭവിച്ചത്? വൈകിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ഫോണിൽ നമ്മളായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വണ്ടി വരുന്നത് നമ്മൾ കാണുന്നില്ല, തിരിഞ്ഞില്ല, വണ്ടീൻ്റെ സൗണ്ട് തിരിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ കിടന്നു. അപ്പോൾ വണ്ടി പോയതിനു ശേഷം നമ്മൾ എണീറ്റു. ഈ ട്രെയിനൊക്കെ പോകുന്നത് ശ്രദ്ധിക്കേണ്ടായിരുന്നില്ലേ? അതെ അതെ അതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്കൂളിലാണോ? സ്കൂൾ ബസ്സിലാണ്. ബസ്സിലാണ്. അത് കഴിഞ്ഞ് സ്ഥിരം ഈ ട്രാക്കിലൂടെ സ്ഥിരം അതിൽ തന്നെ ഞാൻ വരുത്ത്, വണ്ടിയിൽ തന്നെ വരുത്ത്. ഈ ട്രെയിൻ കുറച്ച് ദൂരെ കണ്ടിട്ടില്ലേ? ഇല്ലില്ല, കണ്ടില്ല. പെട്ടെന്ന് ശബ്ദം കേട്ടില്ല, തിരിഞ്ഞില്ല, ശബ്ദവും കേട്ടില്ല. കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഇല്ല ഇല്ല, എന്തൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അതിന്റെ അടിയിൽ തന്നെ അങ്ങനെ കിടക്കാം എന്നുള്ള ധൈര്യം എങ്ങനെ തോന്നി? അത് പെട്ടെന്ന് നമുക്കൊരു ഇത് തോന്നി, അങ്ങനെ കിടക്കണം എന്ന് തോന്നി, നമ്മൾ കിടന്നു. വേറൊന്നുണ്ടായില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നത് ചേട്ടൻ മദ്യപിച്ചിട്ട് മദ്യലഹരിയിലായിരുന്നു. ഇല്ല, മദ്യപിക്കില്ല. ഒരു തുള്ളി കുടിച്ചിട്ടില്ല. മദ്യപിക്കില്ല. പക്ഷേ ഈ ട്രാക്കിലൂടെ ഒക്കെ സ്ഥിരം നടന്നു പോകുന്നതാണെങ്കിലേ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഒരു സുരക്ഷ നോക്കണ്ടേ? നോക്കലുണ്ട്. പക്ഷെ ഞാൻ ഫോണിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിലായിപ്പോയി ശ്രദ്ധ, കുട്ടികളെ ശ്രദ്ധയായിപ്പോയി. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് വണ്ടി വന്നു, നമുക്ക് അപ്പുറം ഇപ്പുറം തിരിയാൻ കഴിയാൻ സ്ഥിതിയായി. നമ്മളവിടെ കിടന്ന് ട്രെയിൻ പോയതിനു ശേഷം നമ്മൾ എണീറ്റു. അല്ലെങ്കിൽ പെട്ടെന്ന് മാറാൻ ഒട്ടും സമയം കിട്ടിയില്ല. ഒരു സമയം കിട്ടിയില്ല. അതായത് പെട്ടെന്ന് മുന്നിലെത്തിയാലാണോ കണ്ടത്? അല്ലെങ്കിൽ മുന്നിലെത്തിയാ കണ്ടത്. രക്ഷപ്പെടാം. അതിനുശേഷം ഇത് ആരോടും പറഞ്ഞോ? അതിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. അതിനുശേഷം ആരും വിളിച്ചോ? ഇല്ല, വിളിക്കലുണ്ട്. വിളിച്ചതിന് ശേഷം ഞാൻ എടുക്കല്ല ഫോൺ. അങ്ങനെ പിന്നെ ഇതാക്കണ്ടല്ലോ. പോലീസുകാരും വിളിച്ചിരുന്നോ? ഇല്ല. വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞ? ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിനെ. ഓർ പറഞ്ഞ് നിങ്ങൾ എന്തിനാ പിന്നെ റെയിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിഷയം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോണിലാണ് സംസാരിക്കുന്നത്. ഫോണിൽ എന്നോട് പറഞ്ഞ് ഫോണിൽ വിഷയം പറഞ്ഞത് റെയിൽവേ ട്രാക്കിലിട്ടാണ്. പിന്നെ അങ്ങനെ പറഞ്ഞ് വിട്ട്. അതായത് ഈ ഫോണിലൂടെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ആരാ വിളിച്ചേ? കുട്ടികളെ അമ്മ മിസ്സാ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയം പറയേണ്ടതില്ല, കുട്ടികൾ വീട്ടിലെത്തിയില്ല പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധയിലായി. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. സ്കൂളിലെ പണി കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങി വരുന്ന. അതിനുശേഷം പിന്നെ ഫോൺ വെക്കുന്ന സമയത്ത് ട്രെയിൻ മുന്നിലുണ്ട്. പെട്ടെന്ന് കിടന്നു. അതൊരു അപാര ധൈര്യമായി പോയി. അങ്ങനെയുള്ളൊരു സ്ഥിതിയായി. മനസ്സ് തോന്നി പിന്നെ അവിടെ കിടന്നു. പിന്നെ വേറെ രക്ഷയില്ലല്ലോ നമുക്ക്. ട്രെയിൻ മുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ തോന്നി ശരിക്കും? ഭയമുണ്ട്, ശരിയായ ഒരു ഭയം തന്നെയാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത് നമുക്ക് തന്നെ തിരിയുന്നില്ല. അതാണ്. അതിനുശേഷം ആരോടും ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല, നേരെ അങ്ങ് നടന്നു പോയി. നേരെ അങ്ങോട്ടാ വന്ന വീട്ടിലോട്ട്? വീട്ടിലേക്ക്. വീട്ടുകാരോട് പറഞ്ഞോ? അന്നേരം തന്നെ ഇന്നലെ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആദ്യം വീട്ടുകാരെന്താ പറഞ്ഞു? അത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കണ്ടേന്ന്, ഫോൺ വിളിച്ചിട്ട് വണ്ടി നോക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് ആ ശ്രദ്ധപ്പെട്ടില്ലപ്പോൾ പറഞ്ഞു. അവരോട് പറ്റിപ്പോയിന്ന് പറഞ്ഞു. കണ്ടവരൊക്കെ ആകെ ഭയന്ന് പേടിച്ച്, വീഡിയോ കണ്ടവരൊക്കെ ആകെ തലയിൽ കൈവച്ചു. അതെ, ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഭയം ഉണ്ടാവുമല്ലോ. നമുക്കും ഭയം ഉണ്ടായിന്. പെട്ടെന്ന് നമ്മൾ എന്താ സംഭവിച്ചത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ സ്ഥിതിയായിപ്പോയല്ലോ. അങ്ങനെ ഈ ചേട്ടൻ്റെ ധൈര്യത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ചേട്ടൻ മദ്യം കഴിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. മദ്യം ഞാൻ കഴിക്കില്ല, മദ്യം കഴിക്കലേ ഇല്ല. ഇപ്പോൾ റെയിൽവേ പോലീസൊക്കെ തേടി വരുമോ? അന്നേരം നമുക്ക് കഴിച്ചില്ല നമ്മൾ പറയുന്നുള്ളൂ. നടന്ന കാര്യം പറയും, അത്രേ പറയും. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കടന്നു. പിന്നെ എന്തായാലും ധൈര്യം സംഭവിച്ചു. പക്ഷെ ഇങ്ങനെ ഇനി കുറച്ചുകൂടെയൊക്കെ സ്ഥിരമായ ട്രാക്കിലൂടെ നടന്നു പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, അതെ ശ്രദ്ധിക്കും.
SKN ഇതാ അങ്ങനെയാണ് പറയുന്നത്. ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. പെട്ടെന്ന് അതായത് സ്കൂളിൽ നിന്ന് ഈ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കൾ അതായത് സ്കൂൾ ബസ്സിലെ ക്ലീനറാണ്. അപ്പോൾ അങ്ങനെ രക്ഷിതാക്കളൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിനിടെ പെട്ടെന്ന് ട്രെയിൻ മുന്നിൽ വന്നു. അങ്ങനെ ട്രെയിൻ വന്ന ഘട്ടത്തിൽ മറ്റൊരു വഴിയുമില്ല, അതായത് മാറാൻ പോലും സമയം കിട്ടിയില്ല എന്നതാണ് പവിത്രൻ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് ആ ട്രാക്കിലേക്ക് അങ്ങ് കിടന്നു. പെട്ടെന്ന് ട്രെയിൻ കടന്നു പോകുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം ധൈര്യം എടുത്ത് കിടന്നു എന്നതാണ് പറയുന്നത്. ഈ മദ്യലഹരിയിലാണ് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു, പക്ഷേ അതൊക്കെ പവിത്രൻ ചേട്ടൻ നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം റെയിൽവേ പോലീസോ ആര് വന്നാലും നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയും. അത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ ട്രാക്കിൽ അങ്ങനെ കിടന്നത് എന്നതാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ പവിത്രൻ ചേട്ടൻ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ചേട്ടൻ അതിന് ശേഷം ബന്ധുക്കളോട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിന് ശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ആരെയും മറ്റ് നാട്ടുകാരോടൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഒരു വാർഡ് മെമ്പറോടൊക്കെ സംസാരിച്ച ഘട്ടത്തിലാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ദൂരെ നിന്ന് ട്രെയിൻ കണ്ടിട്ടില്ല, അടുത്ത് വന്ന സമയത്ത് ട്രെയിൻ കണ്ടു, അങ്ങനെ കിടന്നു എന്നത് മാത്രമാണ് നിലവിൽ ഈ ചേട്ടൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. എന്തായാലും ആൽഫ പറയുന്നു ഹീറോ കളിച്ച് ചത്തനെ ആയുസ് ബലം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ആയുസ് ബലമാണ്. നമുക്ക് ഈ അടുത്ത കാലം കണ്ടതിൽ ഏറ്റവും ആയുസ് ബലം ഉള്ളത് ഈ മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. റീന സതീശൻ പറയുകയാണ്, എൻ്റെ പവിത്രൻ ചേട്ടാ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, എന്നാലും ഭയങ്കര ധൈര്യം തന്നെ. മദ്യത്തേക്കാൾ അപകടകാരിയാണ് ഫോണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ.